ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എംകോ ഫിനാൻസ് ഹെൽപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സെക്കൻഡ് സെം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. സെക്കൻഡ് സെമ്മിലെ ഇന്റർനാഷണൽ ബിസിനസ് എന്ന സബ്ജക്റ്റാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സെം ക്ലാസ് നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് സെം ക്ലാസ് നമ്മൾ ഇതിനോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇന്റർനാഷണൽ ബിസിനസ് ആണ്. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് ബിസിനസ്? എന്തിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്? നമുക്കറിയാം അല്ലേ, ബിസിനസ് ഈസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി. ബിസിനസ് എന്നത് ഒരു എക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനമാണ്. കൺസിസ്റ്റിംഗ് ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ഓക്സിലറി ഫങ്ഷൻസ് ടു സാറ്റിസ്ഫൈ ദ ചേഞ്ചിങ് നീഡ്സ് ആൻഡ് ഡിമാൻഡ് ഓഫ് ദ കസ്റ്റമേഴ്സ് ടു മീറ്റ് ദ എക്കണോമിക് ഗോൾ ഓഫ് ബിസിനസ്. ബിസിനസിന്റെ എക്കണോമിക് ഗോൾ അച്ചീവ് ചെയ്യുന്നതിനൊപ്പം ഉപഭോക്താക്കളുടെ കസ്റ്റമേഴ്സിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന നീഡ്സും ഡിമാൻഡ്സും എല്ലാം നിറവേറ്റുന്നതിനായി ഉൽപാദനം, വിതരണം, കൈമാറ്റം, മറ്റു സഹായ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റിയെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ ബിസിനസ് മേഖലയിൽ വന്നിട്ടുണ്ട്. ഗ്ലോബലൈസേഷൻ പോലെ പലതും ബിസിനസ് ഫീൽഡിന്റെ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കൂടുതലായി നമുക്ക് ഇന്റർനാഷണൽ ബിസിനസിന്റെ ഇവല്യൂഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തെല്ലാം മാറ്റങ്ങളാണ് ബിസിനസ്സിൽ ഇന്ന് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മളുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. ഇന്റർനാഷണൽ ബിസിനസ്. ബിസിനസ്സിനെ നമുക്ക് ജിയോഗ്രഫിക്കലി രണ്ടായി ഡിവൈഡ് ചെയ്യാം അല്ലേ. ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ്. ദ ട്രേഡ് വിച്ച് ടേക്സ് പ്ലേസ് വിത്തിൻ ദ ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഓഫ് കൺട്രി ഈസ് കോൾഡ് ഡൊമസ്റ്റിക് ബിസിനസ്. ഒരു രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പരിധിക്കുള്ളിൽ നടത്തുന്ന വ്യാപാരത്തെയാണ് ഡൊമസ്റ്റിക് ബിസിനസ് അഥവാ ആഭ്യന്തര ബിസിനസ് എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്തിനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ബിസിനസ്സിനെയാണ് എന്ത് പറയുന്നത്? ഡൊമസ്റ്റിക് ബിസിനസ് എന്ന് പറയുന്നത്. Then international business which occurs between two countries internationally. അന്താരാഷ്ട്ര തലത്തിൽ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ നടത്തുന്ന വ്യാപാരത്തെയാണ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് മാത്രമായി പരിമിതപ്പെടാതെ നടത്തുന്ന ബിസിനസ്സാണിത്. നിരവധി രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഉൾക്കൊണ്ടിട്ടുണ്ടാവും. ഈ ഇന്റർനാഷണൽ ബിസിനസ്സിൽ നിരവധി രാജ്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ്സിനെ കുറച്ചുകൂടെ വൈഡായിട്ട് പഠിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആണ് തന്നിട്ടുള്ളത്. എല്ലാവരും നോട്ട്സ് ശ്രദ്ധിക്കാം കേട്ടോ. Globalization has made the world smaller, smarter and a speedier place. ഇന്റർനാഷണൽ ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ ഗ്ലോബലൈസേഷനെ കുറിച്ച് പറയണം. ഗ്ലോബലൈസേഷൻ ലോകത്തെ സ്മോളർ, സ്മാർട്ടർ ആൻഡ് എ സ്പീഡിയർ പ്ലേസ് ആക്കി മാറ്റി. ലോകമെമ്പാടുമുള്ള മൂവ്മെന്റ്സ്, അതുപോലെ കൈമാറ്റങ്ങൾ, അത് ഹ്യൂമൻ ബീയിങ്സ് ആയിക്കോട്ടെ, ഗുഡ്സ്, സർവീസസ്, ക്യാപിറ്റൽ, ടെക്നോളജീസ് എന്തുമായിക്കോട്ടെ, അവയെല്ലാം വേഗത്തിലാക്കുന്നതിൽ ഗ്ലോബലൈസേഷൻ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ദ വേൾഡ് ടുഡേ ഹാസ് ബിക്കം എ ഗ്ലോബൽ വില്ലേജ്. ലോകമെമ്പാടുമുള്ള പ്രദേശങ്ങളും ജനങ്ങളും തമ്മിലുള്ള ഇടപെടലുകൾ പ്രോത്സാഹിപ്പിക്കാനും വർദ്ധിപ്പിക്കാനും ഗ്ലോബലൈസേഷന് കഴിഞ്ഞു. കൂടാതെ ലോകത്തെവിടെയും യാത്ര ചെയ്യാനും എവിടെ നിന്നും ആരുമായും ആശയവിനിമയം നടത്താനും കഴിഞ്ഞു. അങ്ങനെ ഈ ലോകത്തെ ഒരു ഗ്ലോബൽ വില്ലേജ് ആക്കി മാറ്റിയിരിക്കുന്നു ഗ്ലോബലൈസേഷൻ. ദ എക്കണോമിക് ബൗണ്ടറീസ് ആർ ഫാസ്റ്റ് ഡിസപ്പിയറിംഗ്. എക്കണോമിക് ബൗണ്ടറീസ് അതിവേഗം അപ്രത്യക്ഷമായി. പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഹാവ് ബിക്കം ഗ്ലോബലൈസ്ഡ്. നോക്കുക, ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് ആണെങ്കിലും അതിനു വേണ്ട കോമ്പോണൻസ് പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവരാൻ തുടങ്ങി. അതുപോലെ അതിരുകളില്ലാതെ ലോകമെമ്പാടും മാർക്കറ്റിംഗ് ചെയ്യാൻ തുടങ്ങി. പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ് ഹാവ് ബീൻ ഡിമാൻഡിങ് മോർ ആൻഡ് ബെറ്റർ പ്രൊഡക്ട്സ്. ലോകമെമ്പാടുമുള്ള ആളുകൾ കൂടുതൽ മികച്ച പ്രൊഡക്ട്സ് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. കാരണം അത്തരം പ്രൊഡക്ട്സ് ലോകത്ത് എവിടെയും അവൈലബിൾ ആയിരുന്നു. അതിനെ ഇന്റർനെറ്റ് ഉപയോഗം ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. അങ്ങനെ പല രാജ്യങ്ങളിലും മികച്ച പ്രൊഡക്ട്സ് വിൽക്കപ്പെടാൻ കാരണമായി. ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെങ്കിലും നിഷ്പ്രയാസം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ലഭ്യമാവാൻ തുടങ്ങി. ഇന്റർനാഷണൽ ബിസിനസ് ടച്ചസ് എവറി വർക്ക് ഓഫ് അവർ ലൈഫ്സ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പിലും ഇന്റർനാഷണൽ ബിസിനസ്സിൻ്റെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും. ബിസിനസ് മേഖലയിൽ ഗുണപരമായ ഒരുപാട് മാറ്റങ്ങൾക്ക് ഗ്ലോബലൈസേഷൻ കാരണമായിട്ടുണ്ടെങ്കിലും മികച്ച നേട്ടമായി അത് ബിസിനസ്സുകളെയും ആളുകളെയും തമ്മിൽ കൂടുതൽ അടുപ്പിച്ചു എന്ന് തന്നെ പറയാം. ഇനി അങ്ങോട്ട് താഴോട്ട് നമ്മൾ ഇതൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ബോറടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്നാലും കേട്ടിരിക്കുക. കാരണം എസ് എ ക്വസ്റ്റ്യൻസ്, ഇന്റർനാഷണൽ ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എസ് എ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഈ പോയിന്റ്സ് എല്ലാം ആഡ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പറയുന്നത് ഇന്റർനാഷണൽ ബിസിനസ്സും ഗ്ലോബലൈസേഷനും നമ്മുടെ ലൈഫിൽ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നുണ്ട്, എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നെല്ലാമാണ്. അതിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ തന്നിട്ട് അത് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. എസ് ന്യൂ ടെക്നോളജീസ് ആൻഡ്
ഗവൺമെൻറ് പോളിസീസ് ബ്രിഡ്ജ് ഡിസ്റ്റൻസസ് ആൻഡ് റെഡ്യൂസ് ഒബ്സ്റ്റാക്കിൾസ് ടു ഇൻ്റർനാഷണൽ ബിസിനസ്. ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ തടസ്സങ്ങളെ നീക്കുന്നതിനുള്ള ഒരു ബ്രിഡ്ജായാണ് ഇപ്പോഴത്തെ ടെക്നോളജീസും ഗവൺമെൻറ് പോളിസീസും ഒക്കെ പ്രവർത്തിക്കുന്നത്. ബോത്ത് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് എക്സ്പാൻഡ് ദെയർ ഹോറിസോൺസ് ഫ്രം ലോക്കൽ ടു ഗ്ലോബൽ മാർക്കറ്റ്സ്. അതുപോലെ പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും അവരുടെ ഹോറിസോൺസ് ലോക്കൽ മാർക്കറ്റിൽ നിന്നും ഗ്ലോബൽ മാർക്കറ്റിലേക്കും റിസോഴ്സസുകളിലേക്കും വികസിപ്പിച്ചു. മുന്നേ ലോക്കൽ മാർക്കറ്റിനെ മാത്രം ആശ്രയിച്ചിരുന്നവരാണെങ്കിൽ ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലേക്കും അവരുടെ ഹോറിസോൺസ് എക്സ്പാൻഡ് ചെയ്തു. അതായത് പ്രൊഡ്യൂസേഴ്സ് അവർക്ക് ആവശ്യമായ റിസോഴ്സസ് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും വാങ്ങാൻ തുടങ്ങി. അതുപോലെ മാർക്കറ്റ്സ് വിപുലീകരിക്കാൻ തുടങ്ങി. മോഡേൺ അഡ്വാൻസസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ആൻഡ് ട്രാൻസ്പോർട്ട് ഹാവ് ബ്രോട്ട് ഡിസ്റ്റന്റ് ലാൻഡ്സ് ആൻഡ് ഇവൻറ്റ്സ് ഇൻ ടു നിയർലി എവരിവൺസ് ഫീൽഡ് ഓഫ് വിഷൻ ആൻഡ് വിത്ത് ദ സ്കോപ്പ് ഓഫ് പേഴ്സണൽ എക്സ്പീരിയൻസസ്. കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിലെയും ട്രാൻസ്പോർട്ട് ഗതാഗതത്തിലെയും ആധുനികമായ മുന്നേറ്റങ്ങൾക്ക്, ആധുനികമായി ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾക്ക് വിദൂര ദേശങ്ങളെയും മറ്റു ദേശങ്ങളെയും അവിടുത്തെ സംഭവങ്ങളെയും എല്ലാവരുടെയും കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. നമുക്കറിയാം ഇന്ന് നമ്മുടെ ടെക്നോളജീസ് എല്ലാം ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടല്ലേ. അവ ഉപയോഗിച്ച് ഏതൊരു രാജ്യത്തെയും സംഭവങ്ങൾ നമുക്ക് ഉടനടി അറിയാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കൺമുന്നിൽ സംഭവിക്കുന്ന പോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട് അല്ലേ. പല രാജ്യങ്ങളിൽ ജീവിത രീതികളും ആചാരങ്ങളും തുടങ്ങി പലതും നമുക്ക് ആ ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് അറിയാൻ കഴിയുന്നുണ്ട്. ദ നാഷണൽ കൾച്ചറൽ അച്ചീവ്മെന്റ്സ് ആർ റാപ്പിഡ്ലി ഷെയർഡ് ബൈ ദ വേൾഡ്. കൂടാതെ ഇന്ന് നാഷണൽ കൾച്ചറൽ അച്ചീവ്മെന്റ്സ് ഒക്കെ ലോകം അതിവേഗം പങ്കിടാൻ തുടങ്ങി. ദെൻ സയൻറ്റിഫിക് ഡിസ്കവറീസ് സ്പ്രെഡ് വൈഡ്ലി അറ്റ് അസ്റ്റോണിഷിംഗ് സ്പീഡ്. ശാസ്ത്രീയപരമായ കണ്ടെത്തലുകൾ അതിശയിപ്പിക്കുന്ന വേഗതയിൽ വ്യാപകമായി വ്യാപിക്കാൻ തുടങ്ങി. ദ അഡ്വെന്റ് ഓഫ് ഇ കൊമേഴ്സ് മേക്സ് മെനി പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് അവൈലബിൾ ഇൻ ഓൾ നേഷൻസ് ഇൻസ്റ്റന്റേനിയസ്ലി. അതുപോലെ ഇ കൊമേഴ്സിൻ്റെ വരവ് എല്ലാ രാജ്യങ്ങളിലും നിരവധി ഉൽപ്പന്നങ്ങളും സേവനങ്ങളും തൽക്ഷണം ലഭ്യമാക്കുന്നതിന് കാരണമായി. എവിടെ നിന്നും എപ്പോഴും ഓൺലൈനായി പ്രൊഡക്ട്സ് വാങ്ങാൻ കഴിഞ്ഞു. ഇന്റർനാഷണൽ business has transformed our lifestyle, culture and taste. ചുരുക്കി പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ബിസിനസ് നമ്മുടെ ജീവിതശൈലിയും കൾച്ചറും ടേസ്റ്റും എല്ലാം മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം. ദെൻ നെക്സ്റ്റ്, ഇൻ വൺ ജനറേഷൻ വി ഹാവ് ഓൾറെഡി ചേഞ്ച്ഡ് ദ വേ പീപ്പിൾ ലിവ്, ലേൺ ആൻഡ് ലേബർ. ഇൻ്റർനാഷണൽ ബിസിനസ് ഒരു ജനറേഷനിലെ ആളുകളുടെ ജീവിത രീതി, പഠനം, അധ്വാനം എന്നിവയെല്ലാം ഇതിനകം മാറ്റിക്കഴിഞ്ഞു. ഇറ്റ് ടുക്ക് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഫോർ ദ അഗ്രികൾച്ചറൽ എറ ടു മെച്യൂർ. നോക്കുക, അഗ്രികൾച്ചറൽ എറ മെച്യൂർ ആവുന്നതിന്, പൂർണ്ണ എത്തുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങളെടുത്തു. അതുപോലെ ഇറ്റ് ടുക്സ് ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ഫോർ ദ ഇൻഡസ്ട്രിയൽ എറ ടു മെച്യൂർ. ഇൻഡസ്ട്രിയൽ എറ മെച്യൂർ ആവുന്നതിന് 100 കണക്കിന് വർഷങ്ങളെടുത്തു. എന്നാൽ ഐ ടി എറയോ, ഇറ്റ് ടുക്സ് എ ഫ്യൂ ഡിക്കേഡ്സ് ഫോർ ദ ഐ ടി എറ ടു മെച്യൂർ. ഐ ടി യുഗം മെച്യൂർ ആവാൻ കുറച്ച് പതിറ്റാണ്ടുകളെ എടുത്തുള്ളൂ. ഇൻഫാക്ട് ദ നെക്സ്റ്റ് ഡിക്കേഡ് പ്രോമിസ് ടു ബി ഫാർ മോർ എക്സൈറ്റിംഗ് ദാൻ എനിത്തിങ് ദാറ്റ് മാൻകൈൻഡ് ഹാസ് വിറ്റ്നസ്ഡ് ഓർ created over the last 50,000 years of civilization. വാസ്തവത്തിൽ കഴിഞ്ഞ 50,000 വർഷത്തെ നാഗരികതയിൽ മനുഷ്യൻ കണ്ടതോ സാക്ഷ്യം വഹിച്ചതോ സൃഷ്ടിച്ചതോ ആയ എന്തിനേക്കാളും ആവേശകരവും വേഗതയിലുമായിരിക്കും അടുത്ത ദശകത്തിൽ 10 വർഷത്തിൽ നമ്മുടെ ലോകത്തിൻ്റെ വളർച്ച എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമ്മുടെ ലൈഫുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് എക്സാമ്പിൾസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. എ ചൈനീസ് ഗേൾ സിറ്റിംഗ് ഇൻ ഷാങ്ഹായ് ക്യാൻ സീ ഓൺ ദി TV വാട്ട് ഗേൾസ് ഓഫ് ഹെർ ഏജ് വിയർ ഇൻ ദ ഡിസ്റ്റന്റ് USA ഓർ ഫ്രാൻസ്. ഇന്ന് ഷാങ്ഹായിൽ ഇരിക്കുന്ന ഒരു ചൈനീസ് ഗേളിന് TVയിൽ അവിടെ ഇരുന്നു കൊണ്ട് അവളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ USA ഫ്രാൻസിലോ എന്തെല്ലാമാണ് ധരിക്കുന്നത്, എന്തെല്ലാമാണ് ന്യൂ ട്രെൻഡ്സ് എന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എ മിഡിൽ ക്ലാസ് ന്യൂലി മാരീഡ് കപ്പിൾ ഫ്രം കാലിക്കറ്റ് തിങ്ക് ഓഫ് സിംഗപ്പൂർ ഓർ ദുബായ് ആസ് എ ഹണിമൂൺ ഡെസ്റ്റിനേഷൻ. അതുപോലെ ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് കോഴിക്കോടോ മറ്റുമുള്ള ആളുകൾ ഹണിമൂൺ ട്രിപ്പിന് പ്ലാൻ ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളായിട്ടുള്ള ദുബായിലേക്കോ സിംഗപ്പൂരോ ഒക്കെയാണ്. ദ ബിവറേജസ് യു ഡ്രിങ്ക് മൈറ്റ് ബി പ്രൊഡ്യൂസ്ഡ് ഇൻ കേരള ബട്ട് വിത്ത് ദ കൊളാബറേഷൻ ഓഫ് എ ജർമ്മൻ കമ്പനി. നിങ്ങൾ കുടിക്കുന്ന ഡ്രിങ്ക്സ് കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിലും അത് ഒരു ജർമ്മൻ കമ്പനിയുടെ സഹകരണത്തോടെ ആയിരിക്കാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ പെർഫ്യൂംസ് യു സ്പ്രേ മൈറ്റ് ഹാവ് ബീൻ പ്രൊഡ്യൂസ്ഡ് ഇൻ സ്വിറ്റ്സർലാൻഡ്. നിങ്ങൾ ഉപയോഗിക്കുന്ന സ്പ്രേ സ്വിറ്റ്സർലാൻഡിൽ നിർമ്മിച്ചതാകാം.
The television you watch might have been manufactured with a German technology. നിങ്ങൾ കാണുന്ന ടെലിവിഷൻ ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചതാകാം. The shoe you wear might have been produced in China but marketed by a Arabian company. നിങ്ങൾ ധരിക്കുന്ന ഷൂ ചൈനയിൽ നിർമ്മിച്ചതാണെങ്കിലും അത് ഒരു പക്ഷേ ഒരു അറേബ്യൻ കമ്പനി ആയിരിക്കും മാർക്കറ്റിംഗ് ചെയ്യുന്നത്. The spares and the hard disk of the computer systems you operate might have been produced in the US. നിങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന കമ്പ്യൂട്ടർ നിങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളുടെ സ്പെയറുകളും ഹാർഡ് ഡിസ്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് US ആയിരിക്കും. MTV ആൻഡ് ഫാഷൻ TV ഹാവ് ലാർജ് നമ്പർ ഓഫ് ഫോളോവേഴ്സ് ഓൾ ഓവർ ദ വേൾഡ്. MTVക്കും ഫാഷൻ TVക്കുമെല്ലാം ലോകമെമ്പാടും നിരവധി ഫോളോവേഴ്സ് ആണുള്ളത്. 2014 കണക്കനുസരിച്ച് ഫാഷൻ TVക്ക് ഏകദേശം 400 മില്യൺ വ്യൂവേഴ്സ് ആയിരുന്നു ലോകമെമ്പാടും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എത്രയായിരിക്കും എന്ന് പറയേണ്ടതില്ലല്ലോ അല്ലേ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്നും പറയാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിലുള്ള അന്തരം കുറയ്ക്കാൻ ഗ്ലോബലൈസേഷൻ ശരിക്കും കാരണമായിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് ഈ എക്സാമ്പിൾസ് വെച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ ടുഡേ ഇന്റർനാഷണൽ ബിസിനസ് ഈസ് യുബിക്വിറ്റസ്. ഇന്ന് ഇന്റർനാഷണൽ ബിസിനസ് യുബിക്വിറ്റസ് ആണ്, സർവ്വവ്യാപിയാണ്. ഇന്റർനാഷണൽ ബിസിനസ് ടച്ചസ് എവരി ആസ്പെക്ട് ഓഫ് അവർ ലൈഫ്സ്. ഇന്റർനാഷണൽ ബിസിനസ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലെയും ടച്ച് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ വേൾഡ് ഫേമസ് ആയ ചൈനയെ കൂടി ഉൾപ്പെടുത്തണം. നമുക്കറിയാം ചൈനയുടെ പ്രൊഡക്ട്സ് ലോകമെമ്പാടും അവൈലബിൾ ആണല്ലേ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏതൊരു ഷോപ്പിലാണെങ്കിലും ചൈനയുടെ പ്രൊഡക്ട്സ് സുലഭമായി ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടി തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് എവറിത്തിങ് ഇൻ എ അമേരിക്കൻ ഹോം ഈസ് നൗ മെയ്ഡ് ഇൻ ചൈന. ഒരു അമേരിക്കൻ ഹോം നോക്കുകയാണെങ്കിൽ അതിലെ മിക്കവാറും പാർട്സും മെയ്ഡ് ഇൻ ചൈന ആയിരിക്കും. ഇന്ത്യൻസ് ആർ ലാപ്പിംഗ് അപ്പ് ഓപ്പോ, വിവോ ആൻഡ് OnePlus. ഇന്ന് ഇന്ത്യക്കാർ ഓപ്പോ, വിവോ, OnePlus തുടങ്ങി ചൈനീസ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈനിൽ ലാപ്പ് ചെയ്യുന്ന തിരക്കിലാണ്. സാംസങ്ങിന് ശേഷം വേൾഡ് വൈഡായി സെക്കൻഡ് പ്ലേസിൽ നിൽക്കുന്ന BBK എന്ന കമ്പനിയാണ് ഓപ്പോ, വിവോ, OnePlus എന്നീ മൊബൈൽ ഫോൺസ് ഇറക്കുന്നത്. മൊബൈൽ ഫോൺസ് കൂടാതെ MP3 പ്ലെയേഴ്സ്, ഡിജിറ്റൽ ക്യാമറാസ് തുടങ്ങിയ ഇലക്ട്രോണിക്സിൽ വൈദഗ്ധ്യം നേടിയ ഒരു ചൈനീസ് കമ്പനി കൂടിയാണ് BBK ഇലക്ട്രോണിക് കോർപ്പറേഷൻ. BBK pretty much owns Indian cricket now. BBK ആണ് ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിനെ ഓൺ ചെയ്യുന്നത്. ഇൻ 2017 ഓപ്പോ പോയിന്റഡ് അപ്പ് മോർ ദാൻ ₹1000 crores to sponsor the Indian cricket team for the next 5 years. അടുത്ത 5 വർഷത്തേക്ക് ഇന്ത്യൻ ദേശീയ ക്രിക്കറ്റ് ടീം സ്പോൺസർഷിപ്പിനായി ഓപ്പോ 2017 മാർച്ചിൽ 1000 കോടി രൂപ നൽകി. ആൻഡ് വിവോ ഷെൽഡ് ഔട്ട് മോർ ദാൻ ₹2000 crores for IPL rights till 2022. അതുപോലെ 2022 വരെ IPLന് വേണ്ടി വിവോ 2000 കോടിയിലധികം രൂപ നൽകി. ഈ ഒരു രീതിയിൽ ചൈന മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കാം അല്ലേ. എന്താണ്? ഈ ചൈനീസ് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും ചൈനീസ് കമ്പനികളും ഇന്ത്യയിൽ ഒരു മികച്ച ബിസിനസ് കാഴ്ചവെക്കുമെന്ന് തന്നെ നമുക്ക് ഊഹിക്കാം. ഓക്കെ, ദെൻ നമുക്ക് ഇനി നോക്കാനുള്ളത് കുറച്ച് ഭാഗം കൂടി നോക്കാനുണ്ട്. ലാസ്റ്റ് 2 പാരഗ്രാഫും കൂടി നോക്കാം അവസാനിക്കാനായിട്ടോ. ദെൻ ടുഡേ ദ വേൾഡ് ഹാസ് ഷ്രങ്ക്. ഇന്ന് ലോകം ചുരുങ്ങിയിരിക്കുന്നു. ഗ്ലോബലൈസേഷനും ഇൻ്റർനാഷണൽ ബിസിനസ്സും വന്നതോടുകൂടി ലോകം ചെറുതായി എന്ന് പറയാം. കമ്മ്യൂണിക്കേഷൻസ് ആർ ക്വിക്കർ. ആശയവിനിമയങ്ങൾ വളരെ വേഗത്തിലായി. പ്രൊഡക്ട്സ് ആർ അപ്ലൻറ്റി. ഉൽപ്പന്നങ്ങൾ സമൃദ്ധമാണ്. യു ക്യാൻ ബൈ ഓൾ ദ പ്രൊഡക്ട്സ് വിത്ത് എ ക്ലിക്ക് ഓഫ് ദ മൗസ്. മൗസിലെ ഒരു ക്ലിക്കിലൂടെ നിങ്ങൾക്ക് എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങാൻ കഴിയും. ദസ് ഇൻ്റർനാഷണൽ ബിസിനസ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോക്കസിങ് on the resources of the globe. ഇന്റർനാഷണൽ ബിസിനസ് ഗ്ലോബൽ റിസോഴ്സസിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോസസ്സായി മാറിക്കഴിഞ്ഞു. തിങ്ക് ഗ്ലോബൽ ആൻഡ് ആക്ട് ലോക്കൽ ഈസ് ദ മന്ത്ര ഓഫ് മെനി കമ്പനീസ് ഓപ്പറേറ്റിംഗ് ഇൻ ദ ഗ്ലോബലൈസ്ഡ് ബിസിനസ് വേൾഡ്. ഇന്നത്തെ ഗ്ലോബലൈസ്ഡ് ആയ ഒട്ടുമിക്ക കമ്പനികളുടെയും വിജയമന്ത്രം എന്ന് പറയുന്നത് തിങ്ക് ഗ്ലോബൽ ആൻഡ് ആക്ട് ലോക്കലാണ്. ആഗോളമായി ചിന്തിക്കുക, പ്രാദേശികമായി പ്രവർത്തിക്കുക എന്നത്. അത്തരത്തിലുള്ള ഒരു ഫേമസ് കമ്പനിയാണ് കൊക്കക്കോള. 5 ഓപ്പറേറ്റിംഗ് മേഖലകളിലായി 200-ലധികം രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഈ ബിസിനസ് ഇന്നത്തെ നിലവിലെ ലോകത്തിലെ ഏറ്റവും വലിയ പാനീയ കമ്പനിയാണ്. അവരുടെ വിജയമന്ത്രം എന്ന് പറയുന്നത് ഇതുതന്നെയായിരുന്നു, തിങ്ക് ഗ്ലോബൽ ആൻഡ് ആക്ട് ലോക്കൽ. Then international business blossomed when peace existed between nations. രാജ്യങ്ങൾ തമ്മിൽ
സമാധാനപരമായി നിൽക്കുന്ന കാലങ്ങളിൽ മാത്രമേ ഇൻ്റർനാഷണൽ ബിസിനസ് പ്രാവർത്തികമാവുകയുള്ളൂ. അതായത് എന്തെങ്കിലും യുദ്ധങ്ങൾ നടക്കുന്ന സമയമാണെങ്കിൽ, രാജ്യങ്ങൾ തമ്മിൽ സൗഹൃദപരമായ ബന്ധമില്ലാത്ത കാലഘട്ടങ്ങളിൽ ഇൻ്റർനാഷണൽ ബിസിനസ് പ്രാവർത്തികമാവുകയില്ല. ഇൻ്റർനാഷണൽ ബിസിനസ് ഈസ് എ സിംബൽ ഓഫ് പ്രിവെയിലിംഗ് പീസ്, പ്രോസ്പെരിറ്റി ആൻഡ് ജനറൽ വെൽ ബീയിങ് ഓഫ് മാൻകൈൻഡ്. ഇൻ്റർനാഷണൽ ബിസിനസ് എന്നത് ഒരു രാജ്യത്തെ നിലവിലുള്ള സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും മനുഷ്യരുടെ പൊതുക്ഷേമത്തിൻ്റെയും പ്രതീകമായാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുന്നത്. ഇനി നമുക്ക് കൂടുതലായിട്ട് ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് ഇനി വരുന്ന ടോപ്പിക്കിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇവല്യൂഷൻ ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്. ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ എവല്യൂഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഒറിജിൻ, ഗ്രോത്ത്, കണ്ടിന്യൂസ് ഡെവലപ്മെൻറ്റ് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ദ ഒറിജിൻ ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് ഗോസ് ബാക്ക് ടു ഹ്യൂമൻ സിവിലൈസേഷൻ. മനുഷ്യ നാഗരികതയുടെ ആദ്യകാലം മുതൽ തന്നെ ബിസിനസ്സിൻ്റെ ഉത്ഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനൊരു മികച്ച എക്സാമ്പിളാണ് പണ്ട് മനുഷ്യർ ഭക്ഷ്യവസ്തുക്കൾ കൈമാറ്റം ചെയ്തിരുന്നത്. ദെൻ 5 സ്റ്റേജസ് ആണ് എവല്യൂഷനിൽ വരുന്നത്. ലോക്കൽ ബിസിനസ്, റീജിയണൽ ബിസിനസ്, നാഷണൽ ബിസിനസ്, ഇൻ്റർനാഷണൽ ബിസിനസ് ആൻഡ് ലാസ്റ്റ് വൺ ഗ്ലോബൽ ബിസിനസ്. എവല്യൂഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ലോക്കൽ ബിസിനസ്. ഒരു ലോക്കൽ ഏരിയയിലെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ആളുകൾക്കിടയിൽ നടത്തുന്ന കൈമാറ്റമാണ്, വ്യാപാരമാണ് ലോക്കൽ ബിസിനസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്ട്സും സർവീസസും എല്ലാം സ്വന്തം നഗരം, പട്ടണം അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് മാത്രം വ്യാപാരം നടത്തുന്നതാണിത്. ഇതിൽ 3 സബ് സ്റ്റേജസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ബാർട്ടർ എക്കണോമിക് സ്റ്റേജ്. ഈ ഒരു സിസ്റ്റം ഡീറ്റെയിൽ ആയി പറയേണ്ടതില്ലല്ലോ, നമുക്കറിയാം, നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. പണം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ആളുകൾ ഉപയോഗിച്ചിരുന്ന രീതിയാണിത്. പണത്തിന് പകരം ചരക്കുകളും സേവനങ്ങളും തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ചരക്കുകൾ വാങ്ങുന്നതിനായി ചരക്കുകൾ തന്നെ കൈമാറ്റം ചെയ്യുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ തന്നെ കൊടുക്കുക. ഇവിടെ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് കൈമാറ്റം നടത്തുന്ന വ്യക്തികളുടെ ആവശ്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ ബാർട്ടർ സിസ്റ്റമാണ്. ദെൻ സെക്കൻഡ് വൺ വില്ലേജ് എക്കണോമിക് സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിലെ ആളുകൾ വിവിധ കോപ്പറേറ്റീവ് സോഷ്യൽ ഗ്രൂപ്പ്സ് രൂപീകരിക്കാൻ തുടങ്ങി. ഇതിലൂടെ ആ പ്രദേശത്തെ ചരക്കുകളും സേവനങ്ങളും ചെറിയ തോതിൽ വ്യാപാരം നടത്താൻ തുടങ്ങി. അങ്ങനെ ഗ്രാമീണ തലത്തിൽ ചെറിയ ചെറിയ ബിസിനസ്സുകൾ പ്രദേശവാസികൾക്ക് വേണ്ടി ഉയർന്നു വരാൻ തുടങ്ങി. നമ്മുടെ നാട്ടിലും ഉണ്ടാവൂലേ, നമ്മുടെ നാട്ടിലുള്ള ആളുകളെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ചെറിയ ചെറിയ കടകൾ, അതെല്ലാം വില്ലേജ് എക്കണോമിക് സ്റ്റേജിൽ ഉൾപ്പെടുന്നതാണ്. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ ടൗൺ എക്കണോമിക് സ്റ്റേജ്. ടൗൺ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലേ, പല തരത്തിലുള്ള ആളുകളും വ്യത്യസ്ത ഗ്രാമങ്ങളും എല്ലാം കൂടിച്ചേരുന്ന ഒരിടം. വ്യത്യസ്ത ഗ്രാമങ്ങളിലുള്ള ചെറിയ ബിസിനസ്സുകൾ കൂടി ചേർന്ന് വ്യാപാരം നടത്താൻ തുടങ്ങിയ സ്റ്റേജാണ് ടൗൺ എക്കണോമിക് സ്റ്റേജ്. വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒത്തുചേരുകയും ആശയവിനിമയം നടത്തുകയും ഇതുവഴി വ്യത്യസ്ത ആശയങ്ങളും സംസ്കാരങ്ങളും തിരിച്ചറിയുന്നതിനും അതനുസരിച്ച് ഒരുപാട് ചെറുകിട ബിസിനസ്സുകാർക്ക് ബിസിനസ് വളർത്തിക്കൊണ്ടുവരാനും കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് റീജിയണൽ ബിസിനസ്. ലോക്കൽ ബിസിനസ്സിന് ശേഷം വന്ന മാറ്റമായിരുന്നു റീജിയണൽ ബിസിനസ്സിലേക്കുള്ള മാറ്റം. ഒരു രാജ്യത്തിനുള്ളിൽ നടത്തുന്ന ബിസിനസ്സാണ് റീജിയണൽ ബിസിനസ് എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്തിനുള്ളിലെ വിവിധ സംസ്ഥാനങ്ങൾ തമ്മിൽ വ്യാപാരം നടത്താൻ തുടങ്ങി. ഇതാണ് റീജിയണൽ ബിസിനസ്, അതായത് പ്രാദേശിക ബിസിനസ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ നാഷണൽ ബിസിനസ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷനോട് കൂടിയാണ് ഇംഗ്ലണ്ടിലാണ് നാഷണൽ ബിസിനസ് ആദ്യമായിട്ട് ആരംഭിച്ചത്. ഒരു രാജ്യത്തിൻ്റെ അതിരുകളിൽ ബോർഡേഴ്സിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് നാഷണൽ ബിസിനസ്. ഇവിടെ ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രൊഡക്ട്സും സർവീസസും എല്ലാം ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ശേഷം രാജ്യത്തുടനീളം വിൽക്കപ്പെടുന്നു. ദെൻ ഫോർത്ത് വൺ ഇൻ്റർനാഷണൽ ബിസിനസ്. വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരമാണ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിനും അവർക്ക് ആവശ്യമായ മുഴുവൻ റിസോഴ്സസും ഉണ്ടായിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ റിസോഴ്സസിൻ്റെ ദൗർലഭ്യം പരിഹരിക്കുന്നതിന് മറ്റു പല രാജ്യങ്ങളെയും ആശ്രയിക്കേണ്ടി വരും. ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങൾക്കിടയിൽ നടത്തുന്ന ബിസിനസ്സാണ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. 2 അതിലധികമോ രാജ്യങ്ങൾ ബിസിനസ് നടത്തും. ഇതിലൂടെ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധം മെച്ചപ്പെടുത്താൻ ഇൻ്റർനാഷണൽ ബിസിനസ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് വൺ ഗ്ലോബൽ ബിസിനസ്. ഇവിടെ ലോകത്തെ ഒരൊറ്റ വിപണിയായി കണക്കാക്കുന്നു. ഗ്ലോബൽ ബിസിനസ് എന്നാൽ ലോകമെമ്പാടും ബിസിനസ് നടത്തുന്ന കമ്പനിയാണ്. പ്രൊഡക്ട്സും സർവീസസും എല്ലാം ലോകമെമ്പാടും അവൈലബിൾ ആയിരിക്കും. ഇന്ന് ഒട്ടുമിക്ക കമ്പനികളും അങ്ങനെ തന്നെയാണ് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, പിന്നെ അതിൻ്റെ എവല്യൂഷനോ. ബാക്കി ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. പിന്നെ എന്താണ്, എല്ലാവരും പഠിച്ചു തുടങ്ങിയോ? മടി പിടിച്ച് ആരും ഇരിക്കണ്ട കേട്ടോ, പഠിച്ചു തുടങ്ങാൻ. നമുക്ക് ടൈം വേസ്റ്റ് ആക്കി കളയാനില്ല. അപ്പോൾ എല്ലാവരും ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, കൂടുതലായിട്ട് നോട്ട്സ് കളക്ട് ചെയ്യുക. അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. എല്ലാവരുടെയും ക്ലാസ്സുകൾ കേൾക്കുക, കൂടുതൽ പോയിന്റ്സ് മനസ്സിലാക്കുക. കാരണം നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച പോലെയല്ല PGക്ക് കൂടുതലായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും കൂടുതലായിട്ട് പഠിച്ചിരിക്കണം, കൂടുതലായിട്ട് ഓരോ ടോപ്പിക്കിനെയും കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കേൾക്കാൻ ശ്രദ്ധിക്കുക. ഓരോ ടോപ്പിക്കിനെയും കുറിച്ചിട്ട് വ്യക്തമായ ഒരു ധാരണ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം എക്സാമിന് പോകുന്നതിന് മുന്നേ. ഓക്കെ, പിന്നെ കുറേ പേര് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചോദിച്ചിരുന്നു. ന്യൂ സിലബസ് ആയതുകൊണ്ട് അധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും കിട്ടാനില്ല. കിട്ടിയത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ചാനലിൽ. കിട്ടിയാൽ ഉടനെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്